തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രാജൻ അവതരിപ്പിച്ച പ്രമേയം വൈസ് ചെയർപേഴ്സൺ കെ സോയ പിന്തുണച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി അബ്ദുൾ റഷീദ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഷൈജു, കൌൺസിലർമാരായ പി സീനത്ത്, ഷംസീർ ടി, ഹഫ്സത്ത് കെ, ലക്ഷ്മി എ, ഉണ്ണികൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഈ പൊതുവിഭാഗത്തിലെ ഫണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റോഡ്, അതുപോലെ തന്നെ ഗതാഗതം ഉപയോഗത്തിന്, കുടിവെള്ളം, വൈദ്യുതി, പൊതുകെട്ടിടം, ശുചിത്വം, മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 3 ഗഡുക്കളായി കൊടുക്കുമ്പോൾ ഡിസംബർ മാസം കൊടുക്കേണ്ട അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ആശയോടുകൂടി അല്ലെങ്കിൽ ജനുവരി മാസം പച്ചക്കറിയുള്ള 2-ാം ഗഡു 2050 കോടി രൂപ നൽകാതെ ഇറങ്ങിയപ്പോൾ സർക്കാർ കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ ഇവിടെ ഉണ്ടായി. ഞാനും നിങ്ങളൊക്കെ ഇരിക്കുന്ന കൗൺസിലർമാർ മുഴുവൻ ഡിസംബർ മാസം ഇവിടെ അധികാരമേറ്റ ആളുകളാണ്. ആ ഡിസംബർ മാസം അധികാരത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ആവശ്യത്തിന് പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതി എന്താ പറയുക പദ്ധതി നടപ്പിലാക്കാതെ പോലും അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഫണ്ടില്ലാതെ തുടർന്ന് പ്രമേയം പാസാക്കി. പിന്നീട് UDF കൌൺസിലർക്ക് സംസാരിക്കാൻ സമയം നൽകിയില്ലെന്നാരോപിച്ച് ചെയർപേഴ്സന്റെ ഡയസിനു മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി മുദ്രാവാക്യം വിളിച്ചു. മുഴുവൻ അജണ്ടകളും പാസാക്കി യോഗം അവസാനിപ്പിച്ചു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.